നാട്ടുകാരോട് ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളെ എതിർക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ അനശ്വരനായ രക്തസാക്ഷിയുടെ രക്തം വീഴ്ത്തിയവരോട്, വീഴ്ത്തിയ രക്തത്തിന് കണക്ക് പറഞ്ഞ് കറൻസി എണ്ണി വാങ്ങിയവരോട് പകരം ഞങ്ങൾ ചോദിക്കും. നൂറ്റാണ്ടല്ല, കാലം എത്ര കഴിഞ്ഞാലും, കാലം മാപ്പ് കൊടുത്താലും കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോഴും വർഗശത്രുവിന്റെ വടിവാളുകളുടെ മൂർച്ച നോക്കി നടക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി നിങ്ങൾക്ക് വേണം പോലും, അല്ലേ? ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അയിലക്കൽ മുഹമ്മദ് അലി 2 കാലിൽ ഇവിടെ നടക്കുന്നത് അയാളുടെ മാത്രം കരുത്തിലല്ല, അത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്തിലാണ് എന്ന് ഓർക്കാം. പിന്നെ വെല്ലുവിളിച്ചവരോട് ഞങ്ങൾ പറയുന്നു, സ്ഥലം പറ, സമയം പറ. അയിലക്കര മുഹമ്മദ് അലിയെ, കളത്തിൽ മൻസൂറിനെ, CPIM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരെ നിങ്ങൾ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. മണ്ണിൽ കുത്തിയാലും വാക്കുപാലിക്കും, മണ്ണിൽ കുത്തിയാലും വാക്കുപാലിക്കും. CH സെന്ററിൽ നിന്ന്, മാരാർജി ഭവനിൽ നിന്ന്, ഇന്ദിരാ ഭവനിൽ നിന്ന് വരുന്ന സ്കഡ് മിസൈലുകൾ തടുക്കാനുള്ള അയൺഡോമുമായിരിക്കുന്ന ഞങ്ങളുടെ അടുത്താണ് പുലിക്കിരിയാട്ടിട്ട എലിവാണം കൊണ്ട് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പാർട്ടി, ഈ മുന്നണി, ഈ നാട്ടിൽ നിങ്ങളെ ആലോചിച്ച് നോക്കണം. ഈ നാട് മുഴുവൻ അലയടിച്ചു വന്ന സുനാമി തിര പോലെ അലയടിച്ചു വന്ന ഇടതുവിരുദ്ധ തരംഗത്തെ കോട്ടകെട്ടി തടുത്തിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത്. അങ്ങനെ വെറുതെ വന്നവരല്ല, ഈ നാടിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, 2 ലോക്കൽ സെക്രട്ടറിമാരോടും, 2 ലോക്കൽ സെക്രട്ടറിമാരോടും മുടിയൊന്ന് നീട്ടി വളർത്താൻ ഞങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ? 2 ലോക്കൽ സെക്രട്ടറിമാരും മുടി നീട്ടി വളർത്തും. ആർക്ക്? ജനകീയ മതേതര മുന്നണിയുടെ ആളുകൾക്ക് ബാർബർ ഷോപ്പ് നടത്തി ഞങ്ങളുടെ സഖാക്കളോടുള്ള പക തീർക്കാനുള്ള സംവിധാനം ഏതെങ്കിലും ഒരു തൊഴിലാക്ഷേപിക്കല്ലോ. അങ്ങനെ കരുതണ്ട. ചാനല്ലോ, കയ്യും കാലും തലയൊക്കെ വെട്ടാൻ ആഗ്രഹമുള്ളവർക്ക് മുടിയെങ്കിലും വെട്ടി സമാധാനിക്കാലോ എന്ന് കരുതിയിട്ടാണത്. മനസ്സിലാക്കിക്കോ. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു വന്നവരാണ് ഞങ്ങളൊക്കെ. എല്ലാ വെല്ലുവിളികളെയും, സകല വെല്ലുവിളികളെയും അതിജീവിച്ചു വന്നവരാണ്. അരിയൂരിൽ അബ്ദുൽ ഗഫൂർ നഷ്ടപ്പെട്ടതിന്റെ മുകളിലൊന്നും നഷ്ടപ്പെടാൻ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുമില്ല എന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങള്. അതേപോലെ തന്നെ ഈ നാട്ടിലെ CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി SDPI-ക്കാരൻ പുതിയ കണ്ടുപിടുത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കേവലം ഒരു SDPI-ക്കാരന്റെ മുമ്പിലല്ലേ നിങ്ങളെ ബിലാൽ ആകെ ബലാലായി മാറിയത്? ഒരു SDPI-ക്കാരന്റെ മുന്നിൽ നിങ്ങളുടെ എല്ലാമായ മനുഷ്യൻ സാഷ്ടാംഗം വീട് പോയില്ലേ? 11 സീറ്റിൽ നിന്ന് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി 12 സീറ്റിലേക്ക് പോയത്, തെങ്കര നിലനിർത്തിയത്, ചരിത്രത്തിൽ ആദ്യമായി 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് പിടിച്ചു നിർത്തിയതൊക്കെ ആരുടെ എഫക്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്?